പൊന്നമ്മേ എന്ന് പറയുന്നുണ്ട് ജയന്മൻ. താങ്ക് യു. പിന്നെ ഹിന്ദി അറിയാം. മകൻ മരിച്ച ആളോട് നമ്മൾ എന്ത് പറയാൻ, ഞാൻ കുറച്ചു നേരം ഒന്ന് സംസാരിക്കട്ടെ, ദാണ്ട് കടയിലേക്ക് വരുന്നു പടയായിട്ട് എന്ന് പറയുന്നുണ്ട്. ആണോ, ഞാൻ കെട്ടുന്നില്ല, ബ്രഹ്മചാരി ആയിക്കോളാം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ എവിടെ കൊണ്ട് എൻ്റെ ഈ പോര് തീർക്കുക, അതും കൂടി നീ പറ. സ്ത്രീധനം മേടിക്കണ്ട, എനിക്ക് അടിച്ചു പൊളിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിന്നെ വെച്ചിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒരു കാരണവശാലും കെട്ടിക്കാതിരിക്കില്ല നിന്നെ. ഓരോ ജന്മമറിയാതെ നെഞ്ചിലവൻ പൂമൂടും മധുചന്ദ്രനാ, ഓരോ രാവു പൊതിയുമ്പോൾ പൂമൂടും. എവിടെ എവിടെ പറയൂ പുകിലേ. മിസ്റ്റർ അഭി ബ്രഹ്മചാരി എന്ന് പറയുന്നുണ്ട്. പിന്നെ അഭിജിത്ത് മോൻ മിസ്റ്റർ അഭി ബ്രഹ്മചാരി പറയുന്നുണ്ട്. അഭിജിത്ത് ഏട്ടാ, അങ്ങനെയാണെങ്കിൽ കാശിക്ക് പോക്കോ, അല്ലെങ്കിൽ ബെസ്റ്റ് ഹിമാലയമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ അവിടെയൊക്കെ ഭയങ്കര തണുപ്പാന്ന് പറയുന്നത് കേട്ടു കുഞ്ഞി. ഒരു ഭൂമിതൻ, അതേതാണ് പാട്ടിൻ്റെ ട്യൂൺ മറന്നുപോയില്ല, നോക്കട്ടെ കേട്ടോ. ചാർത്തും അതൊന്നും കേൾക്കാതെ പാടാൻ പറ്റില്ല മോനെ, എൻ്റെ ട്യൂണ് നല്ലോണക്ക് കിട്ടുന്നില്ലല്ലോ. ഒരു അതല്ല, അയ്യോ എൻ്റെ ട്യൂണ് മറന്നുപോയിപ്പാ, സോറിക്കുന്നു, മറന്നുപോയി മോനെ. പിന്നെ ഈ രണ്ടിടവും നിനക്കറിയാവുന്ന സ്ഥിതിക്ക് അങ്ങോട്ട് പോയിട്ട് ഇനി കാര്യമില്ല കുഞ്ഞി എന്ന് പറയുന്നുണ്ട്. അമ്മേ ഞാൻ ഇപ്പോൾ വരാം എന്ന് പറയുന്നുണ്ട് കുഞ്ഞി. പിന്നെ വരേ എന്ന് പറയുന്നുണ്ട്. അയ്യോ ഒരൊറ്റ അടി വെച്ച് കൊടുക്കണം. ഞാൻ ഇപ്പോൾ വരാം, ഓക്കെ. ജയന്മൻ വരേ പറയുന്നുണ്ട്. ചേട്ടാ കാശിക്ക് പോയിട്ടുണ്ട്, സത്യ ഹിമാലയത്തിൽ പോയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഞാൻ പോകുക, പിന്നെ വരാം അമ്മേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ മോനെ, ടാറ്റാ. പോണോ, ഇവിടെ ഇരുന്നാൽ പോരെ, എന്നാണെങ്കിലും പനിയായിട്ടിരിക്കുക. ടുഗദർ ഇടായിരുന്നല്ലോ, ടുഗദർ ഇട്ടാ കൊച്ചിന് പാടിത്തരായിരുന്നു. നോട്ട് ദ പോയിന്റ്. എടാ എൻ്റെ ട്യൂണിൻ്റെ മനസ്സിലുണ്ട്, പക്ഷെ പാടിയിട്ട് കിട്ടുന്നില്ല. അഭിജിത്ത് ജയ് ഹനുമാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ ആരെയാണ് ഉദ്ദേശിച്ചത്? പിന്നെ ഈ രണ്ടിടവും നിനക്കറിയാൻ സ്ഥിതിക്ക് തന്നെ അങ്ങോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ജയന്മാൻ. പിന്നെ കുഞ്ഞി അമ്മ ഞാനിപ്പോൾ വരേ എന്ന് പറയുന്നുണ്ട്. ജയരാജ്മാൻ വരേ എന്ന് പറയുന്നുണ്ട്. എല്ലാവരെയും കളിയാക്കുകയാണല്ലോ. കുഞ്ഞി ജയേട്ടാ കാശിക്ക് പോയിട്ടുണ്ടോ, സത്യം, പക്ഷേ ഹിമാലയത്തിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അവിടെയും കൂടെ നശിപ്പിക്കാതിരിക്കണ്ട. ഇപ്പം എന്നാണേലും ഇതൊക്കെ കഴിഞ്ഞിട്ട് പോയാൽ മതി കേട്ടോ, ഹിമാലയത്തിൽ ഇതിനൊന്നുള്ള ഇടവില്ലെന്ന് പറയുന്നത് കേട്ടു. ഞാൻ പോവുക, പിന്നെ വരാം അമ്മേ എന്ന് പറയുന്നുണ്ട്. ഓക്കെ മോനെ. അഭിജിത്ത് മോൻ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ബൈ ഓൾ പറയുന്നുണ്ട്. അഭിജിത്ത് മോൻ ടാറ്റ തരുന്നുണ്ട്. ജയൻ അങ്ങനെയല്ല അമ്മേ ട്യൂൺ. ചേട്ടാ ഇത് ഞാൻ എങ്ങനെ പാടി കേൾപ്പിക്കും, ടുഗദറിടട്ടെ. പിന്നെ കുഞ്ഞി ഹിമാലയത്തിലാണോ പോകുന്നത് അഭിജിത്ത് ഏട്ടാ പറഞ്ഞിട്ട് ടിബിൻ മോൻ അമ്മയെ പോകുവാണേ പറയുന്നുണ്ട്. ആണോ മോനെ, അമ്മേ അഭി ഹിമാലയത്തിൽ പോകുന്നുണ്ട് എങ്കിൽ കുഞ്ഞിനോട് പറഞ്ഞിട്ട് പൊക്കോ, നീ അവിടെ എത്തുന്നതിന് മുന്നേ അവൾ അവിടെ എത്തുമെന്ന് പറയുന്നുണ്ട്. കുഞ്ഞി എനിക്ക് ചിരിക്കാൻ വയ്യ എന്ന് പറയുന്നുണ്ട്. അയ്യോ ചിരിക്കരുത്, നീ ഇന്നത്തെ ദിവസം നീ ചിരിക്കാൻ പാടില്ല, ശക്തിക്ക് ചിരിക്കരുത് കേട്ടോ, ചുമ്മാ വീട് വൃത്തികേടാക്കരുത്. സ്പ്രേ പോലെ ഇരിക്കും, സ്പ്രേ. കുഞ്ഞ് സ്പ്രേ അടിക്കും. കുഞ്ഞ് ജയേട്ടാ എന്ന് പറയുന്നുണ്ട്. ഒരു പുഷ്പമായി, ഇതെന്താണ് എനിക്ക് അമ്പിളിയമ്മോനൊക്കെ വന്ന് കിടക്കണേ, ഇതെന്താണിത്? ജയേട്ടാ എനിക്ക് ചിരിക്കാൻ വയ്യ എന്ന് പറയണേ. നീ ചിരിക്കരുത്, നീ ഇന്ന് സ്പ്രേ അടിക്കും, ചിരിക്കരുത് ചിരിക്കരുത്. കുഞ്ഞ് ജയേട്ടാ എന്ന് വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും മനസ്സിലായി കാണും കാര്യം.